ആദ്യം തുടങ്ങേണ്ടത് ഈ KSRTC ഡ്രൈവർമാരുടെ ലൈസൻസ് ആദ്യം നോക്കണം. പിന്നെ ഈ ഡ്രൈവർമാര് ഒക്കെയാണ് ഈ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് നല്ല നല്ല വണ്ടികളൊക്കെ ഇറക്കി. ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രിയാവുകയാണെങ്കിൽ നല്ല മന്ത്രി. പക്ഷെ പുള്ളിക്ക് വീറ്റോ പവർ ഉണ്ട്, മറ്റുള്ള മന്ത്രിയെ പോലെയല്ല. പക്ഷെ ആദ്യം തുടങ്ങേണ്ടത് ഈ KSRTC ഡ്രൈവർമാരുടെ ലൈസൻസ് ആദ്യം നോക്കണം. എന്ന് വെച്ചാൽ ഇപ്പം ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നവരാണ് ഇപ്പോൾ എല്ലാ ഡ്രൈവർമാരും. ഇതിലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കയറ്റി മറ്റുള്ള വണ്ടിയുടെ തട്ടുക. ഞാൻ കൊട്ടാരക്കര വഴി പോകണം എന്ന് ആക്സിഡന്റ് 3 നടക്കാത്ത ദിവസങ്ങളില്ല. ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലെ ആക്സിഡന്റ് നടക്കുന്ന കൊട്ടാരക്കര, എഴുകോൺ തൊട്ട് മറ്റേ അവിടെ കുണ്ട്രയല്ല, എഴുകോൺ, അടൂർ തൊട്ട് എഴുകോൺ വരെ ഇടി ആക്സിഡന്റ്. അപ്പൊ അവരെ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ അയ്യവാങ്ങൾ ഓട്ടോറിക്ഷക്കാരെയും സാധാ ഡ്രൈവർമാരെയും ഇത് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അവരുടെ ലൈസൻസ് ആദ്യം നോക്കാൻ പറ. എന്നാലൊരു വണ്ടിയുടെ ഞങ്ങൾ മൊബൈലിൽ അടിച്ചു നോക്കുക, KSRTC ഇൻഷുറൻസ് ഇല്ല. അപ്പൊ ആ കാശ് ആര് കൊടുക്കും? പല വണ്ടിക്കും ഇൻഷുറൻസ് ഇല്ല, സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് അല്ല. ആ നമ്പറിൽ അടിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ എന്റെ വണ്ടിയുടെ ഇത് അടിച്ചു നോക്കിയാൽ ആ വണ്ടിയുടെ ഇത് അറിയാൻ പറ്റും. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികളായി റോഡ് ഓർന്ന് KSRTC. അതിനെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ പറ. അതാണ് വേണ്ടത്. അത്രയുള്ളൂ. ഗണേഷ് കുമാർ നല്ല മന്ത്രി തന്നെ. ഓക്കെ, സമ്മതിച്ചു. നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ പിന്നെ ഭരണം കൊണ്ടുപോവുകയാണെങ്കിൽ പുള്ളി കുഴപ്പമില്ല. ഇവിടെ വന്ന മന്ത്രിമാരുടെ നല്ല മന്ത്രി. ഓക്കെ, ആ കാര്യത്തിൽ തർക്കമില്ലാത്ത. പിന്നെ ഈ ഡ്രൈവർമാര് ഒക്കെയാണ് ഈ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് നല്ല നല്ല വണ്ടികളൊക്കെ ഇറക്കി. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ